ഭയമില്ലാതെ വിജയത്തിലേക്ക് പരീക്ഷാ ഭയത്തെ തോൽപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഒരുപോലെ പ്രധാനപ്പെട്ടതും ഒരുപോലെ പേടിയുണർത്തുന്നതുമായ ഒന്നാണ്. അതാണ് പരീക്ഷാ പേടി. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്. ഞാൻ പരാജയപ്പെടുമോ? എനിക്ക് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുമോ? പഠിച്ചതെല്ലാം ഞാൻ ഓർക്കുമോ? പരീക്ഷയിലെ ചോദ്യങ്ങൾ കടുപ്പമാകുമോ? എനിക്ക് ഉയർന്ന മാർക്ക് കിട്ടിയില്ലെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും എന്തു പറയും? അവരെല്ലാം കൂടുതലായി പഠിച്ചു, ഞാൻ പിന്നിലല്ലേ? ഇത്തരം ചിന്തകൾ മനസ്സിൽ തിരമാല പോലെ ഉയരും. പരീക്ഷ അടുക്കും തോറും ചിലർക്ക് വയറ്റിൽ ഒരു കനമുണ്ടാകും, ചിലർക്ക് ഉറക്കം നഷ്ടമാകും, പഠനത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടും, പുസ്തകങ്ങൾ കാണുമ്പോഴേ പേടിയാകും. ചിലർ ഒരാശ്വാസത്തിന് സോഷ്യൽ മീഡിയയിലെ റീലുകളിൽ മുഴുകും, അതോടെ കൂടുതൽ സമയം നഷ്ടമാകും. പരീക്ഷാ ഭയം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അത് എങ്ങനെ നിയന്ത്രിക്കാം? പഠനം എങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കാം? രക്ഷിതാക്കൾക്ക് ഇതിൽ എന്ത് പങ്കുണ്ട് എന്നെല്ലാം ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ പഠിക്കാം. എല്ലാത്തിനും അപ്പുറത്ത് പരീക്ഷകൾ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന തിരിച്ചറിവും ഉണ്ടാക്കാം. പരീക്ഷാ ഭയത്തിന്റെ ഉറവിടങ്ങൾ. പരീക്ഷാ ഭയം ഒരേയൊരു കാരണത്താൽ മാത്രമല്ല ഉണ്ടാകുന്നത്, അതിന് പല തലങ്ങളുണ്ട്. ഒന്ന്, പരാജയ ഭയം. ഞാൻ പരാജയപ്പെട്ടാൽ എല്ലാവരും എന്തു പറയും എന്ന ആന്തരിക സമ്മർദ്ദം. എനിക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചില്ലെങ്കിൽ അതെന്റെ ഭാവിയെ ബാധിക്കുമോ എന്ന പേടി. രണ്ട്, അധിക പ്രതീക്ഷ. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ചിലപ്പോൾ സ്വന്തം പ്രതീക്ഷകളുടെയും ഭാരം. മൂന്ന്, ആസൂത്രിതമല്ലാത്ത പഠന രീതി. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന വ്യക്തതയില്ലായ്മ, അതുകൊണ്ടുണ്ടാകുന്ന ആശയക്കുഴപ്പം. നാല്, സ്വന്തമായി ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതുമായ കമ്പാരിസൺ. അവൻ അത്രയും മാർക്ക് നേടി, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന സ്വന്തം ചിന്ത. അവനെ അല്ലെങ്കിൽ അവളെ നോക്ക്, അവർ ഇത്ര മാർക്ക് നേടി, നിനക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ തരുന്നില്ലേ? നിനക്ക് പഠിച്ചാൽ മാത്രം പോരെ എന്ന മാതാപിതാക്കളുടെ ചോദ്യങ്ങൾ. അഞ്ച്, ശാരീരികവും മാനസികവുമായ ക്ഷീണം. ഉറക്കക്കുറവ്, അശ്രദ്ധമായ ഭക്ഷണം, ടൈം മാനേജ്മെന്റിന്റെ അഭാവം, കളികളും വിനോദവും ഇല്ലാത്തത്. ആറ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. സാമൂഹിക മാധ്യമങ്ങളിൽ സമയം കളയുന്ന ശീലം. ഇതെല്ലാം ചേർന്ന് കുട്ടിയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. പക്ഷേ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്, ഇനിയും സമയമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാം. പരീക്ഷാ പേടിയില്ലാതെ എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് പഠന രീതി. പഠിക്കാൻ ഒരു സിസ്റ്റമാറ്റിക് രീതി വേണം. പഠനം എന്നാൽ പുസ്തകം തുറന്ന് വായിക്കൽ മാത്രമല്ല, അത് ഒരു പ്രക്രിയയാണ്. പഠനം എന്നാൽ പ്ലാനിംഗ്, ആവർത്തിച്ചു പഠിക്കൽ, ഓർമ്മിക്കൽ, റിവിഷൻ, വിശ്രമം, ആത്മവിശ്വാസം, ഇവയെല്ലാം ചേരുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കിതെല്ലാം ഘട്ടം ഘട്ടമായി നോക്കാം. ഒന്ന്, പ്ലാൻ തയ്യാറാക്കുക. പരീക്ഷാ ടൈം ടേബിൾ കിട്ടുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങൾ കൃത്യമായി കണക്കാക്കി ഓരോ വിഷയവും പഠിക്കാൻ നമുക്ക് കിട്ടുന്ന കൃത്യമായ സമയം നിശ്ചയിക്കുക. ഇന്ന് ഞാൻ 10 മണിക്കൂർ പഠിക്കും എന്ന നടക്കാത്ത സ്വപ്നം വേണ്ട. പകരം ദിവസവും 2 മുതൽ 3 മണിക്കൂർ വരെയുള്ള ഗുണമേന്മയുള്ള പഠനം നടത്തും എന്ന് തീരുമാനിക്കുക. ഒരു ദിവസം മുഴുവൻ പഠിക്കണം എന്ന് പറയുന്നത് ഫലപ്രദമല്ല. പകരം ഇന്ന് ഞാൻ ഫിസിക്സിൽ 2 ചാപ്റ്റർ കൃത്യമായി മനസ്സിലാക്കും, മാത്സിൽ 10 പ്രശ്നങ്ങൾ പ്രാക്ടീസ് ചെയ്യും, ഇംഗ്ലീഷ് ഗ്രാമറിലെ 5 ആക്ടിവിറ്റികൾ പ്രാക്ടീസ് ചെയ്യും, മലയാളത്തിൽ ഒരു ലേഖനം എഴുതാൻ പഠിക്കും. ഇത്തരത്തിൽ നമ്മുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ നമ്മുടെ മനസ്സിന് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റും. പഠനത്തിൽ പൊമോഡോറോ ടെക്നിക്
പരീക്ഷിച്ചു നോക്കാം. അതായത് 25 മിനിറ്റ് ശ്രദ്ധാപൂർവം പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 റൗണ്ടുകൾ പഠിക്കുക. ഇത്തരത്തിൽ 4 റൗണ്ടുകൾ കഴിഞ്ഞാൽ 20 മിനിറ്റ് വിശ്രമിക്കുക. ഈ രീതിയിൽ പഠിച്ചാൽ നമ്മുടെ ശ്രദ്ധയും മനസാന്നിധ്യവും കൂടും. പഠനത്തിൽ ഗുണമേന്മയാണ് പ്രധാനം, പഠിക്കുന്ന മണിക്കൂറുകളുടെ എണ്ണമല്ല. 3. ആക്റ്റീവ് ലേണിംഗ് വേണം. വായിച്ചാൽ മാത്രം പോരാ. വായിച്ചു മാത്രം പഠിക്കുന്നവർക്ക് 20 മുതൽ 30% വരെ മാത്രമേ ഓർമ്മയുണ്ടാകൂ. പക്ഷേ കുറിപ്പെഴുതുക, ചോദ്യം ചോദിക്കുക, മറ്റൊരാൾക്ക് വിശദീകരിക്കുക, അതായത് ടീച്ച് ബാക്ക് മെത്തേഡ്, റിവിഷൻ, ഇതിലൂടെയെല്ലാം ഓർമ്മ 80% വരെ വർദ്ധിക്കും. വായിക്കുമ്പോൾ മറക്കാതെ കുറിപ്പുകൾ എഴുതുക. സ്വന്തം ഭാഷയിൽ കുറിപ്പെഴുതിയാൽ ഓർമ്മ കൂടുതൽ ശക്തമാകും. ഒരു വിഷയം ഒരിക്കൽ മാത്രം വായിച്ചാൽ മറന്നുപോയേക്കാം. പഠിച്ച കാര്യങ്ങൾ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. മൈൻഡ് മാപ്പ്, ചാർട്ട്, കളർ കോഡ്. വിഷയങ്ങൾ കളർ ഉപയോഗിച്ച് പാഠപുസ്തകത്തിൽ മാർക്ക് ചെയ്യുക. നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ചിത്രമോ ചാർട്ടോ ആയി വരച്ച് നോക്കുക. തലച്ചോറിന് ചിത്രങ്ങൾ ഓർക്കാനാണ് ഇഷ്ടം. വാക്കുകൾ നിലനിൽക്കുന്നതിനേക്കാൾ ആഴത്തിൽ ചിത്രങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കും. 4. പ്രായോഗിക പരീക്ഷണങ്ങൾ. പഴയ ചോദ്യപേപ്പറുകൾ ലഭ്യമെങ്കിൽ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക. അത് സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുക. 5. നമ്മുടെ ശാരീരിക ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. മതിയായ ഉറക്കം, വെള്ളം കുടിക്കൽ, ലഘുവായ വ്യായാമം ഇവയും പഠനത്തിനും ഓർമ്മയ്ക്കും അത്യാവശ്യമാണ്. മതിയായ ഉറക്കമില്ലെങ്കിൽ ഓർമ്മയും ശ്രദ്ധയും കുറയും. കുറഞ്ഞത് 7 മണിക്കൂർ ഉറക്കം ഉറപ്പാക്കുക. വെള്ളം കുടിക്കുക. പഴങ്ങൾ, നട്ട്സ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നിവ ദിവസവും ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ തലച്ചോറിന് എനർജി നൽകും. 6. മതിയായ വിശ്രമം വേണം. മനസ്സിനും വിശ്രമം വേണം. തുടർച്ചയായി പഠിക്കുമ്പോൾ തളർച്ച വരും. പാട്ട് കേൾക്കുക, കുറച്ച് നടന്നു വരിക, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലഘു വ്യായാമങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ പ്ലാനിനെ കുറിച്ച് മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുക. ഇവയെല്ലാം മനസ്സ് ശാന്തമാക്കാൻ സാധിക്കും. എനിക്ക് നേടാൻ പറ്റും, ഞാൻ നല്ല രീതിയിൽ തയ്യാറാണ് എന്ന വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കുക. ചെറുതായി തുടങ്ങി ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക. ഇന്ന് ഞാൻ ഫിസിക്സിലെ 2 പാഠങ്ങൾ പഠിച്ചു. ഇന്ന് മാത്സിലെ 10 പ്രോബ്ലംസ് ചെയ്തു. ഇങ്ങനെ അത് ഡയറിയിലോ ജേണലിലോ എഴുതി വെക്കുക. ഇതിനിടയിൽ വരുന്ന പിഴവുകൾ പഠനത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക. 7. സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക. സാമൂഹിക മാധ്യമങ്ങൾ നോക്കാൻ ആഴ്ചയിൽ ഇത്ര സമയം മാത്രം എന്ന് നിശ്ചയിക്കുക. ദിവസവും മണിക്കൂറുകളോളം റീലുകളിൽ കുരുങ്ങി സമയം പാഴാക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാന കാര്യം അമിതമായ ഫോൺ അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിയുക. എങ്ങനെ നമുക്ക് ഫോൺ ഉപയോഗം കുറയ്ക്കാം എന്ന് മറ്റൊരു പോഡ്കാസ്റ്റിൽ വിശദമായി പറയാം. 8. പരീക്ഷാ ദിവസം ഭയം നിയന്ത്രിക്കാൻ. പരീക്ഷാ ദിവസം എന്തു ചെയ്യണം? തലേന്ന് രാത്രി നല്ല ഉറക്കം ഉറപ്പാക്കുക. മോർണിംഗ് റുട്ടീൻ, ചെറിയ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസുകൾ എന്നിവ ചെയ്യാം. ഇത് മനസ്സ് ശാന്തമാക്കും. ചോദ്യപേപ്പർ കിട്ടുമ്പോഴോ? ആദ്യം മുഴുവൻ വായിക്കുക. എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം സോൾവ് ചെയ്യുക. 9. രക്ഷിതാക്കളുടെ പങ്ക്. രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം സ്നേഹവും പിന്തുണയുമാണ്, സമ്മർദ്ദമല്ല. നീ ശ്രമിക്കുന്നു, അതാണ് പ്രധാനമായത്. ഈ വാക്കുകൾ കുട്ടിയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കും. ഭക്ഷണം, ഉറക്കം, മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കൽ
ഇവയിലെല്ലാം കുട്ടിക്ക് വേണ്ട പിന്തുണ നൽകുക. കുട്ടികളെ താരതമ്യം ചെയ്യരുത്. ഓരോ കുട്ടിയുടെയും വളർച്ചാപാത വ്യത്യസ്തമാണ്. പരീക്ഷ കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെങ്കിലും കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുക. പരീക്ഷ എന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ്, ജീവിതം മുഴുവനല്ല. ഒരു പരീക്ഷയിൽ തോൽക്കുന്നത് ജീവിതത്തിൽ തോൽക്കുന്നതല്ല. ജീവിതത്തിലെ വിജയങ്ങൾ മാർക്കിലല്ല, മനസ്സിന്റെ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. ജീവിതം തന്നെ ഒരു വലിയ പരീക്ഷയാണ്. പക്ഷെ അതിനുള്ള ചോദ്യങ്ങൾ നമ്മളാണ് സ്വയം ചോദിക്കേണ്ടത്. ഒരു പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് ജീവിതത്തിന്റെ അവസാന വിലയിരുത്തലല്ല. ഇന്ന് തോറ്റ ഒരാൾ നാളെ ഒരു വിജയിയായി മടങ്ങാം. തോമസ് ആൽവ എഡിസൺ 1000 തവണ പരാജയപ്പെട്ടു, പക്ഷേ ഒടുവിൽ ലോകം മുഴുവൻ പ്രകാശിതമാക്കി. APJ അബ്ദുൽ കലാം സ്കൂളിൽ സാധാരണ വിദ്യാർത്ഥിയായിരുന്നു, പക്ഷേ ഇന്ത്യയുടെ മിസൈൽ മാനായി. അതുകൊണ്ട് ഒരു പരീക്ഷയിൽ അല്പം കുറഞ്ഞ മാർക്ക് ലഭിക്കുന്നത് നമ്മുടെ മൂല്യം നിർണയിക്കുന്ന ഒരു ഘടകമല്ല. നമ്മുടെ മൂല്യം നിർണയിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശക്തിയും പരിശ്രമവുമാണ്. പഠനം മാർക്കിനായി മാത്രമല്ല, മനുഷ്യനായി വളരാനാണ്. പരീക്ഷകൾ വെറും ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ്. യാത്രകൾ വീണ്ടും തുടരുകയാണ്. വിജയം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് നിത്യമായ ചെറു ശ്രമങ്ങളുടെ ഫലമാണ്. അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. വിജയം നമ്മളെ കാത്തിരിക്കുന്നു.